ഒരു 7 ദിവസം നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പലതരം ഫേസ് വാഷൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് DIY ആയിട്ട് ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നിലൊരു വ്യത്യാസം അറിയാനായിട്ട് പറ്റും. സ്കിൻ ഓവർ ഡ്രൈ ആകാതെ നമുക്ക് ഒരുപാട് മോയ്സ്ചറൈസേഷൻ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടാതെ സ്കിന്നിൻ്റെ ഗ്ലോ അതേപടി മെയിൻറ്റെയിൻ ചെയ്യാനും വൃത്തിയായിട്ട് വെക്കാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഇൻഎക്സ്പെൻസീവ് ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. എന്നാൽ മാത്രമായിരിക്കും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. മുഖത്ത് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന എണ്ണമയം, വിയർപ്പ് ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണ്. ഇത് പ്രിപ്പയർ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. സോ ഡെയിലി രാവിലെയും വൈകുന്നേരവും വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം അത്രയും എളുപ്പത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ മുഖം വെള്ളത്തിലൊന്ന് നനയ്ക്കുകയാണ്. വെള്ളം തളിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് വെച്ച് സാധാരണ എങ്ങനെയാണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഫേസ് വാഷ് ചെയ്താൽ മതി. ഇവിടെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഒരല്പം വെള്ളം മാത്രം തളിച്ചു കൊടുക്കുന്നത്. അതല്ല നമ്മൾ വാഷ് ബേസിനിലോ പുറത്തോ നിന്നിട്ടാണ് മുഖം കഴുകുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ മുൾട്ടാണി മിട്ടിയാണ്. ഇനി നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കടലമാവാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് കുറച്ച് കൂടുതലാണ്, ഇത്രയും വേണ്ട കേട്ടോ. ഇതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് ഒരു നേരം ഫേസ് വാഷ് ചെയ്യാനായിട്ട് പറ്റും. മുഖം, കഴുത്ത് ഇത്രയും മാത്രം നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് സാധാരണ ബോഡി സ്ക്രബോ അല്ലെങ്കിൽ ബോഡി പാക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സോപ്പാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് സ്പെഷ്യലി ഫോർ ഫേസ് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടറും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാതിരിക്കാനാണ് മെയിനായിട്ട് നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. പച്ച വെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ ഒരു 7 ദിവസത്തേക്ക് റോസ് വാട്ടറും നമ്മുടെ ഈ ഒരു മുൾട്ടാനി മിട്ടിയും ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് രാവിലെ വൈകുന്നേരം ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേറെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് വേറെ അലർജിയോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സ്കിന്നിൽ അറിയാനായിട്ട് പറ്റും. എപ്പോഴും ഡ്രൈ ആവുന്നുണ്ട്, സ്കിൻ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മുൾട്ടാനി മിട്ടിയുടെ ഒപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നിങ്ങൾക്ക് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നും ഓരോരോ ടൈപ്പായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മുൾട്ടാനി മിട്ടിയും അതുപോലെ നമ്മുടെ റോസ് വാട്ടറും മാത്രം മതി എന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നിനും അതുപോലെ ഓയിലി സ്കിന്നിനും ഇത് തന്നെ ധാരാളമായിരിക്കും. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ സ്കിൻ കെയറും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ആഫ്റ്റർ സ്കിൻ കെയറും ഞാൻ കാണിക്കുന്നുണ്ട്. സോ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഒരു 7 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ. അമേസിങ് റിസൾട്ടായിരിക്കും. നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ സ്കിന്നിന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് വെച്ചേക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ജസ്റ്റ് ഒരു ചെറിയ മസാജ് മാത്രം മുഖത്തിന് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിൽ സ്ക്രബിങ് പാർട്ടിക്കിൾസ് ഉള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാര്യം ഇത് നമ്മൾ രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അരിപ്പൊടി അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് മുൾട്ടാനി മിട്ടി അല്ലെങ്കിൽ നമ്മുടെ കടലപ്പൊടി ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്തെടുക്കുക. അത്രയും മതി. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ്, ഇപ്പോൾ ആക്റ്റീവായിട്ട് കുറേ പിമ്പിൾസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തുടങ്ങണ്ട. ജസ്റ്റ് നിങ്ങളുടെ സ്കിന്നൊന്ന് കാം ഡൗൺ ആയതിനു ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ അങ്ങോട്ടുള്ള ഒരു സ്കിൻ കെയറിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുഖക്കുരു ഒരുപാടുള്ളവരാണ്, ബ്രേക്കൗട്ട്സ് ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ, പാടുകളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പിമ്പിൾസ് മാറാനുള്ള ഒരുപാട് റെമഡീസ് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
ഇപ്പം ഞാൻ കാണിച്ചത് എന്താ വെച്ചാൽ ഇതിനൊട്ടും തരികളില്ല, ഭയങ്കര മൈൽഡാണ്, ഒരു ക്ലേ ഫോമിലാണുള്ളത്. സ്കിന്നിൽ നമ്മൾ എത്ര നേരം വെച്ചിട്ട് മസാജ് ചെയ്താലും ഇത് ഒട്ടും തന്നെ സ്കിന്ന് ഹാർഷാക്കില്ല. അതോടൊപ്പം തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. എപ്പോഴും ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയൊന്നുമില്ല. നമുക്കൊരു ഫേസ് വാഷ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, വാട്ടർ പ്രൂഫായിട്ടുള്ള മേക്കപ്പ്, ഫൗണ്ടേഷൻ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട. നമുക്ക് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ക്ലെൻസിങ് തരുന്ന ഓയിലൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ രാവിലെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് മേക്കപ്പ് ഒന്നും മുഖത്തുണ്ടാവത്തില്ല. സ്കിൻ ഓൾറെഡി നന്നായിട്ട് പാമ്പർ ചെയ്തായിരിക്കും നമ്മൾ നൈറ്റ് കിടന്നുറങ്ങുന്നത്. സോ ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ്സിന് വേണ്ടി രാവിലെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകാം. ഇനി നിങ്ങൾ വേറെ മേക്കപ്പ് ഒന്നും തന്നെ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നില്ല, അധികം പൊല്യൂഷനിലൊന്നും പോകുന്നില്ല, സാധാരണ ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിൽ നിങ്ങൾക്കിത് രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിത് വെച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് തുടച്ചൊന്ന് ചെറുതായിട്ടൊന്ന് എക്സസ് ആയിട്ടുള്ള ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു റോസ് വാട്ടർ ടോണറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ചെയ്യരുത്, റോസ് വാട്ടറിൽ തന്നെ നമ്മൾ ഈ ഫേസ് വാഷ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആസ് എ ടോണർ. ഇനി റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ടോണറാണ് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ ആണെങ്കിൽ മോയ്സ്ചറൈസറിന് ശേഷം നമ്മൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷനും എക്സ്ട്രാ പൊല്യൂഷൻ എന്നൊക്കെ പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നത്. SPF 50 ഉള്ള നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ട് ചേരുന്ന ഒരു സൺസ്ക്രീൻ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ അലോവേര ജെല്ലും പിന്നെ ഒന്ന് ഡോട്ട് ആൻഡ് ഗിയുടെ മോയ്സ്ചറൈസറുമാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ നൈറ്റ് ടൈമാണ്, കുറച്ചൊന്ന് പാമ്പർ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ നമ്മുടെ അലോവേര ജെല്ലും അതുപോലെ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോയ്സ്ചറൈസർ ഹെവിയാണ്, നന്നായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യും. കുറച്ച് ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് എനിക്ക് അത്രയും ഹൈഡ്രേഷൻ വേണ്ട, അതൊന്ന് ലൈറ്റ് ആക്കാനാണ് ഞാൻ അലോവേര ജെല്ലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക, ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊരു ബാരിയർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാനും രാത്രി ഫുൾ ടൈം നമ്മൾ ഉറങ്ങുമായിരിക്കില്ലേ, ഒരു 8 മണിക്കൂറോളം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലൊക്കെ സ്കിന്നിനെ നറിഷ് ചെയ്ത് വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ട്രിക്ക്. ഞാൻ മുന്നേ അലോവേര ജെല്ലിൻ്റെ ട്രിക്കിൻ്റെ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ ആൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അല്ല നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. എല്ലാവർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം കണ്ടോ, നന്നായിട്ട് വേറെ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഇപ്പം തന്നെ വെളുത്തങ്ങ് അങ്ങനെയൊന്നുമല്ല ഈ ഒരു ഫേസ് വാഷിൻ്റെ ഗുണം. കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് പറ്റാത്തവർക്കും DIY ആയിട്ട് ഒരു ഫേസ് വാഷ്, ഹെർബലായിട്ടൊരു ഫേസ് വാഷ് വേണം എന്നുള്ളവർക്കും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഫിനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിപ് ബാം കൂടെ യൂസ് ചെയ്ത് മാത്രമേ ഫിനിഷ് ആവുള്ളൂ. സോ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നുണ്ട്. ഇത് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാം. നിങ്ങൾ ലിപ് ബാം സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ്. നിങ്ങൾ ഒരു 7 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്യണം, എന്നാലാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.